നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 9 കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങളെന്ന് കണ്ടെത്തുകയും തകർക്കുകയും ചെയ്തത്. ഇന്ത്യ 24 മിസൈലുകൾ മാത്രമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. വളരെ കൃത്യമായി ആക്രമണം നടത്തുകയും 100ഓളം ഭീകരന്മാരെ അന്ന് ഇന്ത്യ വകവരുത്തുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഞങ്ങളുടെ ഈ ഓപ്പറേഷൻ അവസാനിക്കുകയാണ്. പാകിസ്ഥാൻ ഇത് ഏറ്റെടുത്ത് തിരിച്ചടിക്ക് ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് അന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാൻ ഈ തീവ്രവാദികളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയെ തിരിച്ചാക്രമിക്കാൻ തുനിഞ്ഞു. ഇന്ത്യ അതിന് കൃത്യമായ മറുപടി കൊടുത്തു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തകർത്തു. വ്യോമ കേന്ദ്രങ്ങൾ, നിർണായകമായ വ്യോമ കേന്ദ്രങ്ങൾ തകർക്കുന്നു. വ്യോമ പ്രതിരോധ സംവിധാനവും തകർക്കുന്നു. മറിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങളെല്ലാം വളരെ വിജയകരമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ വിജയം നേടുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അങ്ങനെയല്ല. അതായത് ഇന്ത്യയുടെ പല വിമാനങ്ങളും വെടിവെച്ചിട്ടുവെന്നും ഇന്ത്യൻ നഗരങ്ങൾ ആക്രമിച്ചുവെന്നും ഇന്ത്യയുടെ വിമാനങ്ങളും മിസൈലുകളും എല്ലാം ആക്രമിച്ച് തകർത്തുവെന്നും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 തകർത്തുവെന്നും ഒക്കെയാണ് പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. പലതരത്തിലുള്ള മുൻകാല ചിത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ രാജ്യത്തിനകത്ത് അവകാശവാദം ഉന്നയിക്കുന്നത് ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന് തക്കതായ തിരിച്ചടി ഞങ്ങൾ ഇന്ത്യക്ക് നൽകുന്നു, പാകിസ്ഥാൻ അവിടെ വിജയിച്ചു എന്നൊക്കെയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് ഷഹീദ് അഫ്രീദിയെ പോലുള്ളവർ അവിടെ വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. ഇന്ത്യ ആക്രമിച്ചിട്ടേ ഇല്ല, നമ്മുടെ വ്യോമതാവളങ്ങളെയൊന്നും ആക്രമിച്ചിട്ടേ ഇല്ല, ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങളെയൊന്നും ആക്രമിച്ചിട്ടേ ഇല്ല എന്നായിരുന്നു പാകിസ്ഥാൻ്റെ നിലപാട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു, സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഇപ്പോൾ വ്യാജ കഥകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എങ്കിലും വരും ദിവസങ്ങളിൽ എന്താണ് നടന്നത് എന്ന് ആ രാജ്യത്തും അറിയും, ആ രാജ്യത്തെ ജനങ്ങളും അറിയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ വളരെ ഗൗരവകരമായ ഒരു ആലോചന നടത്തുന്നത് റാവൽപിണ്ടിയിലാണ്. പാകിസ്ഥാൻ്റെ വളരെ നിർണായകമായ സൈനിക കേന്ദ്രങ്ങളുള്ളത്. ആ സൈനിക കേന്ദ്രങ്ങളിൽ ചിലത് ഇന്ത്യ ലക്ഷ്യം വച്ചു. ആ ലക്ഷ്യം ഇന്ത്യ ഭേദിച്ചു എന്ന് മാത്രമല്ല, മറ്റു പലതിനെയും ഉടൻ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇന്ത്യ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്ന് വിറച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് റാവൽപിണ്ടിയിൽ നിന്നും സൈനിക ആസ്ഥാനം ഖൈബർ പഖ്തൂൺഖ്വ എന്ന KPKയിലേക്ക് മാറ്റാൻ പാക് സൈന്യം ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ഇന്ത്യൻ സേനയുടെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ആർമിയുടെ എയർ ഡിഫൻസ് DG ആയ ലഫ്റ്റനന്റ് ജനറൽ സുമീർ ഇവാനാണ് ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അവർ റാവൽപിണ്ടിയിൽ നിന്നും KPKയിലേക്ക് സൈനിക ആസ്ഥാനം മാറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്ന സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഇന്ത്യക്ക് ഭയമൊന്നുമില്ല. ഇനി റാവൽപിണ്ടിയിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഏത് കോണിലേക്ക് അവരുടെ സൈനിക ആസ്ഥാനങ്ങളും സൈനിക ഇൻസ്റ്റലേഷനുകളും കൊണ്ട് ഒളിപ്പിച്ചാലും ഇന്ത്യക്ക് അവിടെയൊക്കെ ചെന്നെത്താൻ കഴിയും, അവിടെയൊക്കെ ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് 4 ദിവസത്തിനുള്ളിൽ ഇന്ത്യ തകർത്തത് 1000ഓളം പാകിസ്ഥാൻ്റെ ഡ്രോണുകളാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് പാക് ഡ്രോണുകൾ തകർക്കുകയും 100 കണക്കിന് മിസൈലുകൾ തകർക്കുകയും ചെയ്തു. ഇന്ത്യൻ നഗരങ്ങളടക്കം പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തെയെല്ലാം ഇന്ത്യ ആകാശത്ത് വച്ച് തന്നെ പരാജയപ്പെടുത്തി. നേരെ മറിച്ച് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെല്ലാം ലക്ഷ്യം നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി റാവൽപിണ്ടിയിൽ നിന്നും അവരുടെ സൈനിക ആസ്ഥാനം എവിടേക്ക് മാറ്റിയാലും, പാകിസ്ഥാൻ്റെ എവിടേക്ക് മാറ്റിയാലും ഞങ്ങൾക്കവിടെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഈ ഡയറക്ടർ ജനറൽ, ആർമിയുടെ എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ അഭിപ്രായപ്പെട്ടത്. അതായത് ഇന്ത്യൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ ഉലഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അത് വ്യാജമാണ്. പാകിസ്ഥാനിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള വിവരങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പോഴിതാ ഇന്ത്യയെ പേടിച്ച് റാവൽപിണ്ടിയിൽ നിന്നും സൈനിക ആസ്ഥാനം KPKയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.